ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ 1 ശേഷവും പരാതികൾ സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഇന്ന് സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുവരെ തിരുത്തലുകൾക്ക് അവസരം നൽകാമെന്ന് കമ്മീഷൻ അറിയിച്ചു. ആർ അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. അച്യുതൻ, ബീഹാറിലെ ജനങ്ങളുമായി നേരിട്ട് സംബന്ധിച്ച നമ്മുടെ പ്രതിനിധികളടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. അവർക്ക് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ ഇല്ലയോ, എന്തുകൊണ്ട് പുറത്താക്കപ്പെട്ടു, എങ്ങനെ ഇനി തിരികെ പേര് ഉറപ്പിക്കാമെന്ന കാര്യത്തിൽ ഇപ്പോഴും ധാരണയില്ലാത്ത ഒരുപാട് പേരുണ്ട്. ആ ഘട്ടത്തിൽ കൂടി അവർക്ക് വോട്ടർമാർക്ക് ആശ്വാസകരമാവുന്ന ഒരു നടപടിയാണല്ലോ, നിർദ്ദേശമാണല്ലോ സുപ്രീം കോടതിയിൽ നിന്ന് വരുന്നത്. തീർച്ചയായിട്ടും ഗോകുൽ, ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഇന്നായിരുന്നു ഈ എതിർപ്പുകളും അവകാശവാദങ്ങളും ഉന്നയിക്കുവാനായി കമ്മീഷൻ സമയം നൽകിയിരുന്നത്. എന്നാൽ അതിൽ കൂടുതൽ സമയം തേടിയാണ് RJD ഉൾപ്പെടെയുള്ള കക്ഷികൾ സുപ്രീം കോടതിയെ സമീപിച്ചതും. ഇന്ന് ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇന്ന് അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുവരെ എതിർപ്പുകളും തിരുത്തലുകൾക്കുമുള്ള അവസരമുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദത്തിനിടെ കോടതിയെ അറിയിക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്നാണ് ആ ഒരു ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് ഇന്ന് മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുവരെയും എതിർപ്പുകളും അതുപോലെ തന്നെ അവകാശവാദങ്ങളും തിരുത്തലുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കും എന്ന് സുപ്രീം കോടതി അറിയിച്ചു. ഒപ്പം തന്നെ ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ഈ പാരാലീഗൽ വോളണ്ടിയർമാരെ നിയോഗിക്കാൻ ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അത് വോട്ടർമാർക്കും അതുപോലെ തന്നെ പാർട്ടികൾക്കും ഇവരുടെ ഭാഗത്തുനിന്നൊരു സഹായം ഉറപ്പുവരുത്തണം. എതിർപ്പുകളും അവകാശവാദങ്ങളും തിരുത്തലുകളും എങ്ങനെയാണ് വോട്ടർമാർക്ക് നടത്തേണ്ടത്, അതെങ്ങനെ സമർപ്പിക്കാം എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയും സഹായവും നൽകാനായിരിക്കണം ഈ പാരാലീഗൽ വോളണ്ടിയർമാർ പ്രവർത്തിക്കേണ്ടത് എന്നുകൂടിയാണ് സുപ്രീം കോടതി ഇന്ന് ഉത്തരവിലൂടെ നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും ഈ മാസം 8-ന് വീണ്ടും ഈ ഹർജികൾ പരിഗണിക്കുന്നുണ്ട്. ഗോകുൽ. ശരി, ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.